5 വർഷങ്ങൾക്ക് മുൻപ് ലോകം ക്രിസ്മസ് ആഘോഷത്തിലായിരിക്കെ കേരളത്തെ കണ്ണീരിലാക്കി കടന്നുപോയ നടനാണ് അനിൽ നെടുമങ്ങാട്. തൊടുപുഴ മലങ്കര ഡാമിൽ വെച്ചാണ് താരം മുങ്ങി മരിച്ചത്. വളരെ കുറച്ച് കഥാപാത്രങ്ങളായി മാത്രമേ സിനിമയിൽ അനിൽ നെടുമങ്ങാട് എത്തിയിട്ടുള്ളൂവെങ്കിലും ഗംഭീര വേഷപകർച്ചകൾ പ്രേക്ഷകരുടെ ഓർമ്മയിൽ അവശേഷിപ്പിച്ച് മറഞ്ഞ നടനാണ് അനിൽ നെടുമങ്ങാട്. രാജീവ് രവി സംവിധാനം ചെയ്ത ഞാൻ സ്റ്റീവ് ലോപ്പസ് കമ്മട്ടിപ്പാടത്തിലെ വില്ലൻ റോളും സച്ചി സംവിധാനം ചെയ്ത അയ്യപ്പനും കോശിയിലെ CI സതീഷ് കുമാർ എന്ന കഥാപാത്രങ്ങളുമൊക്കെ അനിലിന്റെ ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങളാണ്. തൊടുപുഴ മലങ്കര ഡാമിൽ മരണം തട്ടിയെടുക്കുമ്പോൾ അനിൽ നെടുമങ്ങാടിനെ കാത്ത് ഒരുപാട് കഥാപാത്രങ്ങൾ വരി നിൽക്കുന്നുണ്ടായിരുന്നു. മാർട്ടിൻ പ്രക്കാട്ടിന്റെ നായാട്ട് സിനിമ, പൃഥ്വിരാജ് നായകനായ ഗോൾഡ് കേസ് എന്നിവ അനിൽ നെടുമങ്ങാടിൻ്റെതായി അദ്ദേഹത്തിന്റെ മരണശേഷം പുറത്തിറങ്ങിയിരുന്നു. ഡാം സൈറ്റിൽ കുളിക്കാനിറങ്ങിയ അനിൽ കയത്തിൽപ്പെട്ട് പോവുകയായിരുന്നു. ജോജു നായകനായ പീസ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായാണ് അനിൽ തൊടുപുഴയിൽ എത്തിയത്. ഷൂട്ടിങ്ങിനിടവേളയിൽ അദ്ദേഹം സുഹൃത്തുക്കൾക്കൊപ്പം ജലാശയത്തിൽ കുളിക്കാനിറങ്ങുകയായിരുന്നു. ജലാശയത്തിലെ ആഴമുള്ള കയത്തിലേക്ക് അബദ്ധത്തിൽ അനിൽ വീണുപോയതായിരുന്നു. അനിലിനെ കാണാതായതിനെ തുടർന്ന് ഒപ്പമുണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്ന് അദ്ദേഹത്തെ തിരഞ്ഞു കണ്ടെത്തി പുറത്തേക്കെടുക്കുകയും തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഇപ്പോഴിതാ നടൻ അനിൽ നെടുമങ്ങാടിന്റെ ഓർമ്മകളിൽ വൈകാരിക കുറിപ്പുമായി അദ്ദേഹത്തിന്റെ സുഹൃത്തും നടിയുമായ ശൈലജ ബി അമ്പു എത്തിയിരിക്കുകയാണ്. അനിലുമായി ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഓർമ്മകളാണ് നടി ഒരു കുറിപ്പിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. അനിൽ നെടുമങ്ങാടുമായുള്ള ഗാഢമായ സൗഹൃദത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മരണമുണ്ടാക്കിയ ആഘാതത്തെക്കുറിച്ചും ശൈലജ മനസ്സ് തുറക്കുന്നു. അനിലേട്ടൻ പോയിട്ട് ഇന്നലെ 5 വർഷമായി. പലരും FBയിൽ ഓർമ്മപ്പെടുത്തി. ഞാൻ മനഃപൂർവ്വം ഒന്നും എഴുതിയില്ല. വല്ലാതെ വിങ്ങുന്നു. പഴയ ഒരെഴുത്ത്. ഇവിടെ പിന്നെയും എടേ ദീപ, എടേ ജ്യോതിഷേ എന്ന വിളിയുമായി ഒരു മാസ് എൻട്രി. ഒത്ത പൊക്കവും വണ്ണവും, ചുരുണ്ട തലമുടി, ഗോതമ്പിന്റെ നിറം. വാവ്! മുന്നിൽ നിൽക്കുന്നത് കൈരളി ചാനലിൽ ജുറാസിക് വേൾഡിന്റെ അവതാരകൻ ചേട്ടൻ, യുവ കോമളൻ. അനിലേട്ടൻ വന്നപ്പോൾ തന്നെ അഭിനയയിൽ മൊത്തം ഒരു സീൻ ചേഞ്ച്. പൊട്ടിച്ചിരി, അട്ടഹാസം, ബഹളം, കോനയടി. ദീപൻ, ജ്യോതിഷ്, അനിൽ ഇവർ 3 പേർക്കും പറയുവാൻ ഒരുമിച്ച് അനുഭവിച്ച സ്കൂൾ ഓഫ് ഡ്രാമയിലെ കുറേ നാടക കഥകൾ. സഹപാഠികളുടെ അനുഭവങ്ങളും ട്രോളുകളും തുടരെ വന്നുകൊണ്ടിരിക്കുന്നു. കേൾവിക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ആർക്കും ഇടയിൽ എഴുന്നേറ്റ് പോകാൻ തോന്നുന്നില്ല. അത്ര മനോഹരമാണ് അവരുടെ കഥ പറച്ചിൽ. അനിലേട്ടൻ കോനയടിയുടെ ആശാനാണ്. നമ്മൾ ചിരിച്ചു ഊപ്പാട് വരും. പെട്ടെന്ന് സൗഹൃദം സ്ഥാപിച്ചു കളയും. നമ്മൾ പറയാതെ തന്നെ നമ്മുടെ മനസ്സിൽ കയറിയിരിക്കും. അങ്ങനെയാണ് അനിൽ നെടുമങ്ങാട്. കമല നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പിൽ തുടങ്ങിയ ഞങ്ങളുടെ സൗഹൃദം പിന്നെ വിട്ടുപോയതേയില്ല. സിദ്ധാർത്ഥ, മാക്ബത്ത്, സ്പൈനൽ കോഡ്, ഇരകളോട് മാത്രമല്ല സംസാരിക്കേണ്ടത് എന്നീ നാടകങ്ങളിൽ ഞാൻ ആ നടനെ തൊട്ടടുത്ത് കണ്ടു. പണത്തിനും പ്രശസ്തിക്കും മുകളിൽ അദ്ദേഹം സൗഹൃദങ്ങൾക്ക്, സ്നേഹത്തിന് വില നൽകിയിരുന്നതായി തോന്നിയിട്ടുണ്ട്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല. ജുബിത് നമ്രടത്ത് സംവിധാനം ചെയ്ത ആവാസം എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ഏകദേശം 1.5 മാസത്തോളം ഞങ്ങൾ എന്നും കണ്ടുകൊണ്ടിരുന്നത്. അനിലേട്ടനും ഞാനും ഭാര്യയും ഭർത്താവും എൻ്റെ മകൾ അലമേലു ഞങ്ങളുടെ മകളും ഷൂട്ടിങ്ങിൻ്റെ 80% ബാംഗ്ലൂരിലായിരുന്നു. അവിടെ ശ്രീ ഇന്ദ്രൻസ് ചേട്ടനും അനിലേട്ടനും ഞാനും അടുത്തടുത്ത മുറികളിൽ. ഞാനൊരു കെറ്റിൽ കയ്യിൽ കരുതിയിരുന്നു. ഇന്ദ്രൻസ് ചേട്ടന് എന്നും കട്ടൻ ചായ ഇട്ട് കൊടുക്കും. അനിലേട്ടന് വല്ലപ്പോഴും. ഒരു ദിവസം കട്ടൻ ചായയുമായി ഞാൻ അനിലേട്ടനെ മുറിയുടെ മുമ്പിലെത്തി. കതക് ചായയിട്ടേ ഉള്ളൂ. അനിലേട്ട എന്ന് വിളിച്ച് ഞാൻ കൂളായി അകത്തേക്ക് പോയി. എടേ, എനിക്ക് കട്ടൻ ചായ ഒന്നും നിർബന്ധമല്ലാടേ. ഷൈലു, നിനക്കെൻ്റെ റൂമിലോട്ട് വരാൻ പേടിയില്ലേ? എനിക്ക് നിഷ്കളങ്കമായ ചോദ്യം കേട്ട് ചിരി വന്നു. എത്ര വർഷമായി എനിക്കറിയാം അനിലേട്ട നിങ്ങളെ. ഞാൻ എന്തിനു പേടിക്കണം? അത് മതിയടേ. എൻ്റെ കൂടെ നാടകം കളിച്ച നീയും കനിയും സിജിയും ഒന്നും എന്നെപ്പറ്റി മിടു പറയൂല. ഷൂട്ടിംഗ് ഇല്ലാത്ത ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് മാർക്കറ്റിൽ പോയി. മോൾക്ക് ഉടുപ്പ് വാങ്ങി. കുറേ മാലയും കമ്മലുകളും വാങ്ങി. ഒരേപോലത്തെ മാല അനിലേട്ടൻ 2 എണ്ണം വാങ്ങി. ഒന്ന് എൻ്റെ മോളുടെ കഴുത്തിലിട്ട് കൊടുത്തു, ഒന്ന് അവളുടെ കയ്യിൽ കൊടുത്തു. മോളിത് സൂക്ഷിച്ച് വെക്കണം. എൻ്റെ മോളെയും കൊണ്ട് മാമൻ വീട്ടിൽ വരാം. അവിടുന്ന് 2 പേർക്കും ഒരുപോലെ മാലയിട്ട് മാനവീയത്തിൽ പോകാം. അനിലേട്ടൻ മോളെയും കൂട്ടി വന്നു. വീട്ടിലിരുന്ന് ഒരുപാട് നേരം എൻ്റെ അമ്മയോടും കിഷോറിനോടും വർത്തമാനം പറഞ്ഞു. 2 കുഞ്ഞു സുന്ദരികളും ഒരുപോലെ മാലയിട്ട് മാനവീയത്തിൽ പോയി. പിന്നീടൊരിക്കൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് വന്നു. ഷൈലു, നീയും കിഷോറും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല, അറിയണ്ട. പക്ഷെ നീ മോളെ അവന് കാണണമെന്ന് പറഞ്ഞാൽ കാണിക്കാം ചേട്ടാ. ഞാൻ മറുപടി എഴുതി. നിരന്തരമുള്ള കാഴ്ചകളോ ഫോൺ വിളികളോ ഇല്ലെങ്കിലും വളരെ ഊഷ്മളമായ ഒരു ബന്ധം. കാണുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുന്ന ഒരാൾ. മനുഷ്യർക്കിടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സുരക്ഷിതമായ സൗഹൃദങ്ങൾ ഉണ്ടാവുന്നത് ചെറിയ കാര്യമല്ല. അങ്ങനെ ഒന്നാണത്. അയ്യപ്പനും കോശിയും കണ്ടിറങ്ങിയപ്പോൾ ഞാൻ വിളിച്ചു. ഇടുക്കിയിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വണ്ടി ഓടിച്ചു വരികയാണ്
തിരുവനന്തപുരത്തേക്ക്. ആ കഥാപാത്രത്തെപ്പറ്റി ഒരുപാട് സംസാരിച്ചു. എന്റെ പുകഴ്ത്തലുകളെ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമടേ ശൈലു, നീ എന്നെ ഇങ്ങനെ പുകഴ്ത്താതെ എന്ന് ട്രോളി. കൂടെ അനിൽ നെടുമങ്ങാട് ഒരു നല്ല നടനാണല്ലേ എന്ന് സ്വന്തമായും ഒന്ന് ട്രോളി. എനിക്ക് കാന്തി എന്ന സിനിമയിലെ അഭിനയത്തിന് അമേരിക്കൻ ബോസ്റ്റൺ ഫിലിം ഫെസ്റ്റിവലിൽ നിന്നും മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയപ്പോൾ വിളിച്ചു അഭിനന്ദിച്ചു. നീയും മുൻനിര നടിയാകുന്നു. പിന്നെയും ട്രോളി. എന്നോട് പിണക്കമുള്ള ഞങ്ങളുടെ ഒരു സുഹൃത്ത് അഭിപ്രായ വ്യത്യാസത്തോടെ എനിക്ക് കിട്ടിയ അവാർഡിന് FBയിൽ ആശംസ പറഞ്ഞിരുന്നു. അനിലേട്ടൻ അതിനു താഴെ കമന്റ് ചെയ്തു, അഭിപ്രായ വ്യത്യാസമൊക്കെ വേറെ, അവൾ നല്ല നടിയാണെങ്കിൽ നല്ലതാണെന്ന് പറയണം. പിന്നെ മെസ്സഞ്ചറിൽ എനിക്ക് വോയിസ് അയച്ചു, അഭിപ്രായ വ്യത്യാസമൊന്നും ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുമ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പാടില്ല ശൈലു. ഞാൻ അവനും വോയിസ് അയച്ചിട്ടുണ്ട്, അവൻ ചെയ്തത് ശരിയായില്ല എന്ന്. രണ്ടുപേരുടെ പ്രശ്നങ്ങൾക്കിടയിൽ അങ്ങോട്ട് പോയി തലയിട്ട് നമ്മൾ ബുദ്ധിമുട്ടിലാവണ്ട എന്നാണ് പലരും കരുതുക. പക്ഷേ ചേട്ടൻ അങ്ങനെ ആയിരുന്നില്ല. സൗഹൃദങ്ങളിൽ അദ്ദേഹം അങ്ങേയറ്റം സത്യസന്ധത പുലർത്തി. ഗോൾഡ് കേസിൽ എന്നോടൊപ്പം അനിലേട്ടൻ ഉണ്ടെന്നറിഞ്ഞപ്പോൾ സന്തോഷിച്ചു. പാർവതി ചേച്ചിയും വിലാസേട്ടനും അനിലേട്ടനും. ആഹാ, നാടക സൗഹൃദം ഒരേ സിനിമയിൽ. മെസ്സഞ്ചറിൽ വോയിസ് വന്നു, ശൈലു, ഈ സിനിമയിൽ നമുക്ക് കോമ്പിനേഷൻ സീൻ ഇല്ലടേ, നമ്മൾ ഇനിയും ഒരുമിച്ച് നായികാ നഗന്മാരായി അഭിനയിക്കും. 2020 ഡിസംബർ 25 വൈകിട്ട് ശ്രീകണ്ഠന്റെ ഫോൺ വിളിയാണ് ആദ്യം വരുന്നത്. അവൻ മാതൃഭൂമി പത്രത്തിന്റെ റിപ്പോർട്ടറാണ്. എടി, അനിലേട്ടന് ആക്സിഡന്റ് പറ്റിയെന്ന് കേൾക്കുന്നു, നീ അറിഞ്ഞോ? ഒന്ന് തിരക്കടി, കാർ എവിടെയെങ്കിലും കൊണ്ടുപോയി ചെറുതായി ഒന്ന് ഇടിച്ചു കാണും, അത്രയും ഞാൻ കരുതിയുള്ളൂ. ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യോ ഇല്ലടാ, എനിക്ക് വയ്യ, ഞാൻ തിരക്കത്തില്ല. TV ഇട്ടപ്പോൾ ചിരിക്കുന്ന മുഖവും മരണവാർത്തയും. ഏതൊക്കെയോ സിനിമാ താരങ്ങൾ അനുശോചനം പറയുന്നു. ഞാൻ TV മ്യൂട്ട് ചെയ്തു. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. ആദ്യം വിളിച്ചത് സുഹൃത്ത് അജിത്തേട്ടനെയാണ്. അനിലേട്ടൻ പോയി. അജിത്തേട്ടൻ ആദ്യം വിശ്വസിച്ചില്ല. ആര്? അനിൽ നെടുമങ്ങാട്, മങ്കയം ഡാമിൽ. നിലവിളി, മോളില്ലേ നിന്റെ കൂടെ? ഞാൻ പറഞ്ഞു ഇല്ല, ഞങ്ങൾ അങ്ങോട്ട് വരാം. പിന്നെ വിളിച്ചത് ജ്യോതിഷേട്ടനെയാണ്. എന്റെ നിലവിളിക്ക് മറുപടിയായി അങ്ങേ തലയ്ക്കൽ മൗനം. ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ചേട്ടൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ എൻ്റെ ഫോൺ നിർത്താതെ ശബ്ദിച്ചുകൊണ്ടിരുന്നു. കിഷോർ, കനി, സുഭാഷേട്ടൻ, സാം, മൂർത്തിച്ചേട്ടൻ, വിലാസേട്ടൻ, ശശിയേട്ടൻ, ഹരിച്ചേട്ടൻ, ആരൊക്കെയോ. അജിത്തേട്ടനും ടിജു ചേട്ടനും കാറുമായി വീട്ടിൽ വന്നു. പാർവതി ചേച്ചി വിളിച്ചു, ശൈലജ എവിടെ? ഇങ്ങു വരുന്നു, അജിത്തേട്ടൻ പറഞ്ഞു. നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരിക്കുന്നതാണ് നല്ലത്. അമ്പലമുക്കിൽ വീടിനു മുൻപിൽ വിലാസേട്ടൻ എന്നെ കാത്തുനിന്നു. തലേന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുപാട് നേരം അനിലേട്ടനെ പറ്റി പറഞ്ഞതാണ്. ആ തിരക്കുള്ള റോഡ് സൈഡ് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു. അജിത്തേട്ടൻ പറഞ്ഞു, ആൾക്കാർ ശ്രദ്ധിക്കുന്നു. ആൾക്കാർ ശ്രദ്ധിച്ചാൽ എനിക്കെന്താ അജിത്തേട്ട എന്ന് ഞാൻ സാധാരണ ചോദിക്കാറുണ്ട്. എങ്കിലും അന്നൊന്നും മിണ്ടിയില്ല. പാർവതി ചേച്ചിയുടെ വീട്ടിൽ ജ്യോതിഷേട്ടനും ഭാര്യ സുനലയും ഗോപികൃഷ്ണനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വഴിയിൽ നിന്നും കരകുളം അജയൻ ചേട്ടനെയും കൂട്ടി അനിലേട്ടന്റെ വീട്ടിൽ പോയി. അമ്മയെ കണ്ട് ജ്യോതിഷേട്ടൻ അപ്പോൾ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു. തിരികെ പ്രേംജിത്തിന്റെ കാറിൽ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ വന്നു. എല്ലാവരെയും പോലെ ഞാൻ ഉറങ്ങിയില്ല, കിടന്നതേയില്ല. മൂർത്തിച്ചേട്ടന്റെ ഫോൺ സംഭാഷണം ഓർമ്മ വന്നു. മക്കളെ, നീ തളർന്നു പോവല്ലേ, നിനക്ക് അന്നിനു വേണ്ടി ചെയ്യാൻ എന്തെങ്കിലും കൂടെ കാണും, ആലോചിക്ക്. പെട്ടെന്ന് തോന്നി അനിലേട്ടന്റെ ശരീരം പൊതുദർശനത്തിന് വയ്ക്കണം. വെറുതെ പോകേണ്ട ആളല്ല. അതിരാവിലെ പാർവതി ചേച്ചിയെ വിളിച്ച് കാര്യം പറയും. വേണുചേട്ടനോട് ചോദിച്ചു നോക്കാം. ഞാൻ വേണുചേട്ടനെ വിളിച്ചു. നമുക്ക് ചെയ്യണം ശൈലജ, വീട്ടുകാരുടെ സമ്മതം ചോദിക്കണം. ചേട്ടാ, ഞാനത് തിരക്കി പറയാം. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ അനിയൻ്റെ ഒപ്പം അനിലേട്ടൻ്റെ വീട്ടിൽ പോയി. അനിലേട്ടൻ്റെ ചേട്ടനോടും ചേട്ടത്തിയോടും സംസാരിച്ചു, അനുവാദം വാങ്ങി. ഭാരത് ഭവന്റെ സഹകരണത്തോടെ തൈക്കാട് ഭാരത് ഭവന്റെ അങ്കണത്തിൽ പൊതുദർശനത്തിനുള്ള ഏർപ്പാടുകൾ വേണുചേട്ടനും പാർവതി ചേച്ചിയും ചെയ്തു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ബോഡി പെട്ടെന്ന് വിട്ടുകിട്ടാനുള്ള നടപടികൾ ചെയ്യുന്നുണ്ടായിരുന്നു. കോട്ടയത്ത് അമ്പി നീനാസുമുണ്ട്. തൃശ്ശൂരിൽ നിന്നും പ്രതാപേട്ടനും മല്ലുവും എത്തിയിട്ടുണ്ട്. അമ്പി അപ്പോൾ കാര്യങ്ങൾ വിളിച്ചറിയിച്ചു കൊണ്ടിരുന്നു. ഭാരത് ഭവനിൽ ശ്രീ പ്രമോദ് പയ്യന്നൂരും വേണുചേട്ടനും കരമന ഹരിച്ചേട്ടനും പാർവതി ചേച്ചിയും ജ്യോതിഷേട്ടനും മറ്റ് നിരവധി സുഹൃത്തുക്കൾ. അനിലേട്ടന് കിടക്കുവാൻ ഉള്ളിടത്ത് പൂക്കൾ കൊണ്ട് അലങ്കരിക്കുവാൻ ഞാൻ കൂടി. അനിലേട്ടൻ ഇനി ഇല്ല എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം. പാർവതി ചേച്ചിയും കരമന ഹരിച്ചേട്ടനും എല്ലാത്തിനും മേൽനോട്ടം വഹിച്ച് ഓടി നടക്കുന്നുണ്ടായിരുന്നു. 6:30 കഴിഞ്ഞപ്പോൾ ആംബുലൻസിന്റെ ഹോണടി. വേണുചേട്ടന്റെ കയ്യിൽ ഞാൻ ഇറുക്കി പിടിച്ചു. അനിലേട്ടന്റെ ജീവൻ തുടിക്കുന്ന ഫോട്ടോ പതിപ്പിച്ച വണ്ടി അടുത്ത് വന്നു. വേണുചേട്ട, സത്യമായും അനിലേട്ടൻ ഇനി ഇല്ലല്ലേ? വേണുചേട്ടൻ എൻ്റെ തോളിൽ കൈവച്ച് ചേർത്തു നിർത്തി. ഓരോരുത്തരായി അനിലേട്ടനെ കണ്ടു. സാമിൻ്റെ ഭാര്യ രേഷ്മയും എൻ്റെ മോൾ അലമേലവും എന്നെ താങ്ങി പിടിച്ചിരുന്നു. ജ്യോതിഷേട്ടൻ അനിലേട്ടനെ കണ്ടില്ല. ചങ്ക് ചലനമറ്റി കിടക്കുന്നത് കാണലത്ര എളുപ്പമല്ല. ഷൂട്ടിംഗ് നിർത്തിവെച്ച് തൃശ്ശൂരിൽ നിന്ന് ഓടി വന്ന സിജിക്ക് ചേട്ടനെ കാണാൻ പറ്റിയില്ല. അവൾ വന്നപ്പോഴേക്കും ശരീരം നെടുമങ്ങാടിന് കൊണ്ടുപോയിരുന്നു. ഭാരത് ഭവന് മുന്നിലെ റോഡിലെ ഫുട്പാത്തിൽ അവൾ വീണുകിടന്നു കരഞ്ഞു.
പരസ്യമായി തളർന്നു വീഴരുതെന്ന് ഞാൻ മനസ്സിൽ എത്ര കരുതിയിട്ടും കുഴഞ്ഞു വീണു. അതുകൊണ്ട് തന്നെ അനിലേട്ടനൊപ്പം വീട്ടിലേക്ക് എന്നെ ആരും കൊണ്ടുപോയില്ല. മൺട്രോ തുരത്ത് ഒരു ഷൂട്ടിങ്ങിന്റെ ഭാഗമായി കായലിന്റെ ആഴമില്ലാത്ത ഒരിടത്തേക്ക് ഒന്നിറങ്ങേണ്ടി വന്നതൊഴിച്ചാൽ വെള്ളം കണ്ടാൽ കരയിൽ കയറാത്ത ഞാൻ പിന്നെ ഇതുവരെ കടലിലോ പുഴയിലോ ഇറങ്ങിയില്ല. ഞാൻ ഈ പറഞ്ഞു വെച്ചത് ചേട്ടന്റെ കടലോളമുള്ള സൗഹൃദത്തിന്റെ ഒരു കുമ്പിൾ ജലമാണ്. ഇതൊക്കെ ഇത്ര ദീർഘമായി പറയാതിരിക്കാനും കഴിയും. പക്ഷേ പറയാനൊരു കാരണമുണ്ട്. അനിൽ മരിച്ചപ്പോൾ ശൈലജ ഇങ്ങനെ കരയരുതായിരുന്നു, ഇങ്ങനെ പോസ്റ്റ് ഇടരുതെന്ന് ശൈലജയോട് പറയണം. പൊതുസ്ഥലത്ത് നീ കുഴഞ്ഞു വീണത് ശരിയായില്ല. ഇങ്ങനെ പലതും ഞാൻ കേട്ടു. ഹേ മനുഷ്യരെ, പൊതുവിടങ്ങളിൽ ലിംഗസമത്വം പറയുന്ന, മൈക്ക് കടിച്ചു തിന്നുന്ന, സ്നേഹത്തെപ്പറ്റി കരുതലിനെപ്പറ്റി ചേർത്തു നിർത്തലിനെപ്പറ്റി FBയിൽ പറയുന്ന, ആരും അറിയില്ലെങ്കിൽ എന്ത് നെറുകേടും കാണിക്കുന്ന കള്ളൻ പവിത്രന്മാരെ, വിശുദ്ധ മാലാകമാരെ, സ്ത്രീ പുരുഷ സൗഹൃദങ്ങൾക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന അളവുകോൽ ഉണ്ടല്ലോ. ഇങ്ങനെ പോകുന്നു ശൈലജയുടെ കുറിപ്പ്.